blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിൽ കഴിഞ്ഞയാഴ്ച നിങ്ങൾ കണ്ടതുപോലെ വളരെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാൻ പോകുകയാണ്. അതിൻ്റെ ചില ക്ലിപ്പിംഗ്സ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കഴിഞ്ഞയാഴ്ച എൻ്റെ കൂടെ 2 ബ്രദേഴ്സ്, ഞങ്ങൾ 3 പേരും ചേർന്നിട്ടാണ് കഴിഞ്ഞയാഴ്ചയിൽ ട്രിവാൻഡ്രം മെഗാ ഫെസ്റ്റിവലിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചത്. ഈ ആഴ്ചയിലും എൻ്റെ കൂടെ 2 പേരുണ്ട്. 2 പേരെയും ഞാൻ നിങ്ങൾക്ക് മുൻപാകെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞയാഴ്ച ഉണ്ടായിരുന്ന അംബ്രോസ്, കഴിഞ്ഞയാഴ്ച നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരാൾ കൂടെ ബ്രദർ സന്തോഷ്. ഞങ്ങൾ 3 പേരും ചേർന്നിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി പോകുന്നത്. ട്രിവാൻഡ്രം മെഗാ ഫെസ്റ്റിവലിൻ്റെ 2ാമത്തെ ദിനത്തിൽ എന്ത് നടന്നു? 2ാമത്തെ ദിനത്തിൽ സാധാരണ ഇത്രയും ജനങ്ങൾ വരുമെന്ന് ഞങ്ങൾ തന്നെ കരുതിയില്ലായിരുന്നു. താഴെ മുഴുവൻ നിറഞ്ഞ് ആളുകളായിരുന്നു. അതുപോലെ തന്നെ ബാൽക്കണി മുഴുവൻ നിറഞ്ഞ് ആളുകളായിരുന്നു. എനിക്ക് ആ മെഗാ ഫെസ്റ്റിവലിൽ ഏറ്റവും കൂടുതൽ പറയാൻ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഉച്ച സമയത്ത് രാവിലെ 10 മണി മുതൽ 5 മണി വരെയുള്ള സമയത്താണ് ഈ മെഗാ ഫെസ്റ്റിവൽ. പക്ഷേ ഈ രാവിലെ വന്നിട്ടുള്ള ജനം ഈ വൈകിട്ട് വരെ പോകാതെ ദാറ്റ് വാസ് അമേസിങ്. കാരണം അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ ആളുകൾ ഒരു സെഷൻ കഴിഞ്ഞാൽ അങ്ങ് എഴുന്നേറ്റ് പോകും. എന്നാൽ ആ പുരുഷാരം യേശുവിൻ്റെ കൂടെ 5 അപ്പം വർദ്ധിപ്പിച്ച സമയത്ത് അവർ വീട്ടിൽ പോകാതെ ഇരുന്നു എന്ന് പറയുന്ന പോലെ ജനം 5 മണി വരെയുള്ള സമയങ്ങളിൽ അവിടെ ഇരുന്ന ആ കാഴ്ച, എനിക്കൊന്ന് ഉച്ചയ്ക്ക് നല്ല ഭക്ഷണമൊക്കെ ചെറിയൊരു ഭക്ഷണമൊക്കെ അവർക്ക് കൊടുത്തിരുന്നു. വളരെ ഭംഗിയായിട്ടായിരുന്നു. ട്രിവാൻഡ്രം ബ്ലെസ്സിംഗ് സെൻറ്ററിലെ ലീഡേഴ്സും മറ്റുള്ളവരെല്ലാം വളരെ വളരെ ഭംഗിയായിട്ടാണ് അവരതവിടെ പ്രവർത്തിച്ചു തന്നെ. അന്നത്തെ ദിവസം, ആദ്യത്തെ ദിവസം, അതായത് ഈ 2ാമത്തെ ദിവസത്തിൽ ആദ്യമേ തന്നെയുള്ള വർഷിപ്പ് സെഷൻ, അത് ശക്തമായ വർഷിപ്പ് സെഷനായിരുന്നു. ബ്രദർ ഡാമിൻ കാര്യം വന്നപ്പോൾ പാടിയ പാട്ട് ഓർമ്മയുണ്ടോ? അത് അൻപിൻ രൂപി യേശുനാഥ എന്നുള്ള പാട്ടായിരുന്നു. യേശുവിൻ്റെ സ്നേഹം ആ പാട്ടിൻ്റെ വരികൾ പോലെ തന്നെ ഒഴുകിയിറങ്ങുന്നൊരു അന്തരീക്ഷമായിരുന്നു. അതെ അതെ, ജനങ്ങളെല്ലാം കൈകൾ ഉയർത്തി, കൈകൾ വീശിക്കൊണ്ട് ഒടുവിലായിട്ട് അതിൻ്റെ ഒരു ഹാലലുയ കോറസോടെ ചേർന്ന് ബ്രദർ പാടിയപ്പോൾ ശക്തമായ ഒരു അഭിഷേകമാണ് അന്ന് ഞങ്ങൾക്ക് ആ ഹോളിനകത്ത് അനുഭവിക്കാൻ സാധിച്ചത്. അതേ അഭിഷേകത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗ്ലിംസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തരി നിങ്ങൾ കൂടെ അനുഭവിക്കാൻ ഒരവസരം ഞങ്ങൾ തരികയാണ്. അൻപിൻ രൂപി യേശുനാഥ എന്ന ഗാനം. എന്തു ഞാൻ നിനക്കു നൽകും, എന്നെ വീണ്ടെടുത്തവനേ. എന്തു ഞാൻ നിനക്കു നൽകും, എന്നെ വീണ്ടെടുത്തവനേ. ഞാൻ കിടന്നു എന്നെ തേടി വന്നവരേ. രൂപി യേശുനാഥ, നിന്നെ ഇഷ്ടം എന്നെ ഇഷ്ടമാക്കാം. അന്ന് രാവിലെ നടന്ന ആ സന്ദേശം, കഴിഞ്ഞ തലേ ദിവസം നടന്ന സന്ദേശത്തിൻ്റെ, അല്ലെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന സന്ദേശത്തിൻ്റെ
തുടർന്നുള്ള ഭാഗമായിരുന്നു രണ്ടാമത്തെ ദിവസവും ബ്രദർ ഡാമിയൻ പങ്കുവെച്ചത്, ഗെറ്റിംഗ് ക്ലോസർ ടു ഗോഡ്, ദൈവത്തോട് അടുത്ത് ചെല്ലുക എന്ന് പറയുന്ന മനോഹരമായ സന്ദേശം. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇവിടെ തന്നെ പറഞ്ഞിരുന്നു അല്ലേ, കൂടുതൽ ആഴത്തിലേക്കും അപ്പോൾ തന്നെ അതെ ഉയരത്തിലേക്കും. അതുപോലെയായിരുന്നു ആ സന്ദേശങ്ങൾ ഇറങ്ങിയിരുന്നത്. ഓർക്കണ്ടോ, അംബ്രോസ് ആയിരുന്നു അത് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ദൈവത്തോട് അടുത്ത് ചെല്ലുക എന്നുള്ള സബ്ജക്റ്റ് ആയിരുന്നു ബ്രദർ മെഗാഫെസ്റ്റിൽ മൊത്തം എടുത്തിരുന്നത്. എന്നാൽ രണ്ടാമത്തെ ദിവസം എങ്ങനെയാണ് നമ്മൾ ദൈവത്തോട് അടുക്കുക എന്നാണ് പറഞ്ഞത്. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ എന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വരും എന്നുള്ള ഭാഗം, ആ ഒരു വേദവാക്യം ബ്രദർ നല്ല രീതിയിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തന്നു. ശരിക്കും അതുപോലെ തന്നെ ആ ഒരു അടി നാം എടുത്ത്, ഒരു സ്റ്റെപ്പ് നാം എടുത്ത് വെക്കുമ്പോൾ 1000 സ്റ്റെപ്പ്. അതെ, എങ്ങനെയാണ് ദൈവം നമ്മുടെ അടുത്തോട്ട് ഓടി വരുന്നത് എന്നുള്ളത്. ഇന്നത്തെ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഇതുപോലെ കർത്താവിന് വേണ്ടി നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ 1000 സ്റ്റെപ്പ് കർത്താവ് കൊണ്ടുവരുന്ന ആ ഒരു സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ്, ഇന്ന് ഒരത്ഭുതം നിങ്ങളുടെ വിഷയത്തിൽ, നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് 1000 സ്റ്റെപ്പ് എടുത്ത് വെച്ച് വന്ന് നിങ്ങളുടെ തൊട്ടരികിൽ വന്ന് കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. James chapter 4, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം and verse number 8. 8-ാമത്തെ വചനം. Come near to God, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, and he will come near to you. അവിടുന്ന് നിങ്ങളോട് അടുത്ത് വരും. Wash your hands, നിങ്ങളുടെ കൈകൾ you വെടിപ്പാക്കുവിൻ. sinners, and purify your hearts. ഇരുമനസ്സുള്ളവരെ, പാപികളെ, നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവിൻ. Hallelujah, ഹല്ലേലൂയ, hallelujah, ഹല്ലേലൂയ. James says, come near to God. ഇവിടെ യാക്കോബ് പറയുന്നു ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. That's why we are here. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. James is saying, come near to God. ഇവിടെ യാക്കോബ് പറയുന്നു ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. And what will be the result? എന്തായിരിക്കും അതിന്റെ റിസൾട്ട്? He will come near to you. അവൻ നിങ്ങളോട് അടുത്ത് വരും. Hallelujah. ഹല്ലേലൂയ. This is the promise. ഇതൊരു വാഗ്ദത്തമാണ്. If you are trying to go near to God, നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾ ചെല്ലുവാൻ He will ശ്രമിക്കുമ്പോൾ come near to you. അവൻ കൂടുതൽ നിങ്ങളോട് അടുത്ത് വരും. So many people think that God is somewhere beyond the galaxies and clusters and super clusters, beyond somewhere in the corner where we cannot reach. God is sitting on a throne and He is never mindful of me. പലരും ചിന്തിക്കുന്നത് ദൈവം നമ്മുടെ ഈ ഭൂമി എന്ന ഗ്രഹമൊക്കെ വിട്ട്, താരപഥങ്ങൾ വിട്ട്, ഗാലക്സികൾ വിട്ട്, അനേകം പ്രകാശ വർഷങ്ങൾക്കപ്പുറം സ്വർഗമെന്ന് പറയുന്ന എവിടെയോ ഒരു സ്ഥലത്ത് ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്ന, എന്നിൽ നിന്നും അകന്ന് എന്നെക്കുറിച്ച് ചിന്തയുമില്ലാത്തൊരു വ്യക്തിയാണെന്ന്. But James the apostle says, പക്ഷേ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, no, our God is not like that. അല്ല, നമ്മുടെ ദൈവം അങ്ങനെയുള്ള ദൈവമല്ല. Our God is a father. നമ്മുടെ ദൈവം പിതാവാം ദൈവമാണ്. He wants his children to be seated in his lap. തന്റെ കുഞ്ഞുങ്ങൾ തന്റെ മടിയിൽ ഇരിക്കുന്നത് ആ പിതാവിന് ഇഷ്ടമാണ്. Hallelujah. ഹല്ലേലൂയ. People have misunderstandings. പല ആൾക്കാർക്ക് പല തെറ്റിദ്ധാരണകളുണ്ട്. Oh, I am an asthma patient. God has forgotten me. അയ്യോ, ഞാനൊരു ആസ്മ രോഗിയാണ്, എപ്പോഴും ഞാൻ വലിച്ചുകൊണ്ടിരിക്കും, ദൈവം എന്നെ മറന്നു കളഞ്ഞു. No, it's not that way. God is your healer. അല്ല, ഒരിക്കലുമല്ല. ദൈവം നിന്നെ സൗഖ്യമാക്കുന്നവനാണ്. Go near to Jesus. യേശുവിന്റെ അടുക്കലേക്ക് ചേരുക. Go near to him. യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുക. You stand there. This is me and that is Jesus. അദ്ദേഹം, ഞാൻ ഇവിടെ യേശുവാണെന്ന് സങ്കല്പിക്കുക. When I take one step, ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്ത് you go to that extreme. Go. That is Jesus. This is me, a poor man. ഇവിടെ ഒരു സാധാരണ വ്യക്തി. When I take one step, ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ Jesus will take hundreds of steps. Come. When I take one step, Jesus is taking many steps. ഞാൻ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ യേശു ഒത്തിരി സ്റ്റെപ്പ് എൻ്റെ അടുത്തേക്ക് വരികയാണ്. Because Jesus is desiring somehow to save any single soul. ഏത് ഒരു വ്യക്തിയെയും, നീ കേവലം ഒരു വ്യക്തിയായിരിക്കാം, പക്ഷെ നിന്നെ രക്ഷിക്കുവാൻ അവൻ ഒത്തിരി അവന്റെ ഹൃദയം തുടിക്കുകയാണ്. Hallelujah. What a good Jesus. എത്ര നല്ലവനായ യേശു. Somebody shout Jesus. ഉറക്കെ പറയാമോ? യേശു. Say Jesus. Hallelujah. Isaiah 59 verse number 1 says, യെശയ്യാവ് 59-ാം അധ്യായം 1-ാം വചനം പറയുന്നു, surely the arm of the Lord is not too short to save, nor his ear
too dull to hear. കർത്താവിന്റെ കരങ്ങൾ നിന്നെ രക്ഷിപ്പാൻ പറ്റാത്തവണ്ണം കുറുകിയതല്ല, അവന്റെ ചെവികൾ നിന്റെ പ്രാർത്ഥന കേൾക്കാൻ പറ്റാത്തവണ്ണം മന്ദമായിട്ടുമില്ല. Hallelujah. ഹല്ലേലൂയ. God has a very, 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 very long hand. ദൈവത്തിന് വളരെ വളരെ വലിയ കരമുണ്ട്. His hands can reach any place in this dunya. ഈ പ്രപഞ്ചത്തിലെ ഏത് മുക്കിലും മൂലയിലും എത്തിച്ചേരുന്നതാണ് അവന്റെ കരങ്ങൾ. You may be in the deepest pit, but the fingers of Jesus will catch you there. നീ ഏറ്റവും അഗാധമായ ഒരു ഗർത്തത്തിലായിരിക്കാം, എന്നാൽ അവിടെയും യേശുവിന്റെ കരങ്ങൾ നിന്നെ തേടിയെത്തും. Oh, I am an alcoholic, nobody can save. അയ്യോ, ഞാനൊരു മദ്യപാനിയാണ്, ആർക്കും എന്നെ രക്ഷിക്കുവാൻ കഴിയില്ല. I went to this de-addiction center. ഞാൻ ഈ ഒരു ഡി-അഡിക്ഷൻ സെന്ററിൽ കടന്നുപോയി. I went to that hospital. ഞാൻ ആ ഒരു ആശുപത്രിയിൽ കടന്നുപോയി. This doctor also treated me. ആ ഡോക്ടർ എന്നെ പരിശോധിച്ചതാണ്. My wife is praying for me. എന്റെ ഭാര്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. Every week she is fasting for me. എല്ലാ ആഴ്ചയിലും അവൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. So many are praying for me. ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. But I am still a Kudian. പക്ഷേ ഇപ്പോഴും ഞാനൊരു മദ്യപാനിയാണ്. But do you know what Jesus is saying? പക്ഷേ യേശു എന്താണ് പറയുന്നതെന്ന് അറിയാമോ? മോനെ, I can save you. മകനെ, ഞാൻ നിന്നെ I രക്ഷിക്കുന്നവനാണ്. can set you free. ഞാൻ നിന്നെ സ്വതന്ത്രനാക്കാം. The Son of God can set any bondaged person free. ഏത് കെട്ടപ്പെട്ടിരിക്കുന്നവനെയും സ്വതന്ത്രനാക്കാൻ കഴിവുള്ളവനാണ് മനുഷ്യപുത്രൻ. Somebody shout hallelujah. ഒരു വലിയ ഹല്ലേലൂയ. Jesus can solve any problem in your life. നിന്റെ എല്ലാ പ്രശ്നങ്ങളെയും സോൾവ് ചെയ്യുവാൻ യേശുവിന് കഴിയും. Jesus can lose any bondages in your life. നിന്റെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളെയും അഴിക്കുവാൻ യേശുവിന് കഴിയും. You may be a mental patient. നിങ്ങളൊരു മാനസിക രോഗിയായിരിക്കാം. Jesus can heal your mind. നിങ്ങളുടെ മനസ്സിനെ അവൻ സൗഖ്യമാക്കുകയാണ്. Jesus can heal asthma. അവൻ നിങ്ങളുടെ ആസ്മയെ സൗഖ്യമാക്കും. Jesus can heal epilepsy. നിങ്ങളുടെ ചുഴലി രോഗം അവൻ സൗഖ്യമാക്കും. Jesus can heal any disease. എന്ത് രോഗം നിനക്കുണ്ടെങ്കിലും യേശു ഇന്ന് നിന്നെ സൗഖ്യമാക്കും. Say hallelujah. ഹല്ലേലൂയ. Say thank you Jesus. നന്ദി യേശുവേ എന്ന് പറഞ്ഞാലോ. Can I tell you something? ഞാനൊരു കാര്യം പറയട്ടെ. As you are sitting here, when I am ministering the word of God to you, something is happening without your knowledge in your life. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ, ഞാൻ ഈ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. Because the Spirit of the Lord is moving in every body. കാരണം എല്ലാ ശരീരങ്ങളിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Sometimes the Spirit of the Lord will touch your eyes. ഒരുപക്ഷേ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കണ്ണുകളെ ആയിരിക്കും സ്പർശിക്കുന്നത്. Sometimes the Spirit of the Lord will go into your ears. ഒരുപക്ഷേ നിങ്ങളുടെ ചെവിയുടെ അകത്തേക്കായിരിക്കും ആത്മാവ് പ്രവർത്തിക്കുന്നത്. Sometimes the Spirit of the Lord will move into your heart. ഒരുപക്ഷേ നിങ്ങളുടെ ഹൃദയത്തിനകത്തായിരിക്കും പരിശുദ്ധാത്മാവ് ചലിക്കുന്നത്. Sometimes the Spirit of the Lord will move into your kidneys. ഒരുപക്ഷേ നിങ്ങളുടെ കിഡ്നികളെ ആയിരിക്കും അവൻ സ്പർശിക്കുന്നത്. The Holy Spirit can go deeper into any part of your body. ഇന്ന് പരിശുദ്ധാത്മാവിന് നിന്റെ ശരീരത്തിലെ ഏത് അകത്തേക്കും കടന്നു ചെന്ന് സൗഖ്യമാക്കുവാൻ കഴിയും. The doctor says you need a surgery. ഡോക്ടർമാർ പറയുമായിരിക്കും നിനക്കൊരു സർജറി വേണമെന്ന്. Jesus says no surgery, I am the greatest പക്ഷേ surgeon. യേശു പറയുന്നു ഒരു സർജറി വേണ്ട, ഞാനാണ് ഏറ്റവും വലിയ സർജൻ. I am the ultimate healer. ഞാനാണ് നിന്നെ സൗഖ്യമാക്കുന്നവൻ. Without opening your stomach, I can heal you. നിന്റെ വയറ് കീറി തുറക്കാതെ തന്നെ എനിക്ക് നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. Because I am the creator. കാരണം ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവമാണ്. They are junior doctors, they are only learning. അവർ ജൂനിയർ ഡോക്ടർമാരാണ്, അവർ പഠിക്കുന്നതേ ഉള്ളൂ. But I am the ultimate doctor. പക്ഷെ ഞാനാണ് ഏറ്റവും വലിയ വൈദ്യൻ, ഞാനാണ് ഏറ്റവും വലിയ ഡോക്ടർ. Is there anyone willing to be healed by this greatest physician called Jesus Christ of Nazareth? ഹല്ലേലൂയ. ഇന്ന് ഈ സർവ്വവൈദ്യനായ സർവശക്തനായ ഈ ഡോക്ടറിന്റെ അടുക്കൽ സൗഖ്യം പ്രാപിക്കാൻ എത്ര പേർ വന്നിട്ടുണ്ട്? Turn. Yes. Some people have problems in their backbone. ചില ആളുകൾക്ക് അവരുടെ നട്ടെല്ലിന്റെ ഭാഗത്ത് പ്രശ്നമുണ്ട്. This disc is in problem. ഈ ഡിസ്ക് പ്രശ്നത്തിലാണ്. This disc is also in problem. താഴെയുള്ള ഡിസ്ക് പ്രശ്നത്തിലാണ്. L1 is in problem. T2 is in problem. L1 ഉം T2 ഉം പ്രശ്നത്തിലാണ്. The X-ray says that. എക്സ്റേ അത് പറയുന്നു. MRI says that. MRI സ്കാനിംഗ് അത് പറയുന്നു. But Jesus says, പക്ഷേ യേശു പറയുന്നു, with my word, എന്റെ വചനം, in my name, എന്റെ നാമത്തിൽ I will relocate it. ഞാൻ അതിനെ തിരിക്കാൻ പോവുകയാണ്. I will put it back in position. കറക്റ്റ് പൊസിഷനിലേക്ക് ഞാൻ അത് കൊണ്ടുവന്ന് വെക്കുകയാണ്. I am the miracle worker.
ഞാൻ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. Something is happening right now. ഇപ്പോൾ അത് നടക്കുകയാണ്. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. People who are using crutches is getting healed in the mighty name of Jesus. ക്രച്ചസുകൾ ഉപയോഗിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകുന്നു. The resurrection power is coming into your body. പുനരുദ്ധാനത്തിന്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് വരികയാണ്. Those who are bedridden, get up in the name of Jesus. അങ്ങനെയുള്ള രോഗികൾ ഇപ്പോൾ ജീവനിലേക്ക് സൗഖ്യത്തിലേക്ക്. Bedridden can get up in the name of Jesus. ഇപ്പോൾ കിടക്കയിൽ കിടക്കുന്ന രോഗികൾ ഇപ്പോൾ എഴുന്നേറ്റ് വരിക. Jesus is the healer. യേശു സൗഖ്യമാക്കുന്നവൻ. I said Dr. Jesus is the healer. ഞാൻ പറയുന്നു ഡോക്ടർ യേശു അവൻ സൗഖ്യമാക്കുന്നവൻ. Dr. Jesus is not a magician, he is a miracle worker. ഡോക്ടർ ജീസസ് അവനൊരു മായാജാലക്കാരനല്ല, അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. Somebody shout hallelujah. ഒരു വലിയ ഹല്ലേലൂയ. Somebody get crazy for Jesus. യേശുവിന് വേണ്ടി ആർത്തുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞാലോ. Somebody get mad for Jesus. യേശുവിനെ കൊണ്ട് ഒരു ഭ്രാന്തമായ ആവേശത്തോടെ അവനെ ആരാധിച്ചാലോ. Get crazy for Jesus. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി ഭ്രാന്തന്മാരെ പോലെ. Do you know something? ആവേശത്തോടെ. Jesus is gripping you right now with his love. അവൻ തന്റെ സ്നേഹത്താൽ നിങ്ങളെ പിടിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. So many years back, ഒത്തിരി വർഷങ്ങൾക്ക് when I മുൻപ് was a small boy, ഞാനൊരു ചെറുബാലനായിരുന്നപ്പോൾ the love of Jesus came and gripped me. ദൈവസ്നേഹം എന്നെ ഒന്ന് മുറുകെ പിടിച്ചു. And now after many years I am still under that grip. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ആ പിടുത്തത്തിൽ തന്നെയാണ്. Oh, that is a beautiful grip. ഓ, അത് വളരെ മനോഹരമായ ഒരു പിടുത്തമാണ്. Being in the grip of Jesus is a lovely thing. യേശുവിന്റെ കരവലയങ്ങളിൽ പിടിക്കപ്പെടുന്നത് ഏറ്റവും മനോഹരമായ You will കാര്യമാണ്. never perish. നീ ഒരിക്കലും നശിച്ചു പോകില്ല. You will be always safe. നീ എപ്പോഴും You will be സുരക്ഷിതനായിരിക്കും. always protected. നീ എപ്പോഴും സംരക്ഷണ വലയത്തിലായിരിക്കും. That Jesus is right here on the second day of this blessing today mega festival. ഈ ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവലിന്റെ രണ്ടാം ദിനത്തിൽ അതേ യേശുവിടെ നിങ്ങളുടെ അടുക്കലുണ്ട്. ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ട്രിവാൻഡ്രം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ തന്നെ നടന്ന ഒരു സാക്ഷ്യമാണത്. കല എന്നു പേരുള്ള ഒരു സഹോദരി ഓർക്കുന്നുണ്ടായിരിക്കും. അതെ, പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതെ, ഡോക്ടർമാർ പറഞ്ഞത് രണ്ടുപേരെയും കൂടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ആരെങ്കിലും ഒരാളെ കിട്ടുകയുള്ളൂ. പക്ഷെ സംഭവിച്ചത് 8ാം മാസത്തിൽ കുഞ്ഞിനെ അവർ സിസേറിയനിൽ കൂടെ പുറത്തെടുത്തു. കുഞ്ഞ് വന്നതിന് ശേഷവും അത് മാതാപിതാക്കളുടെ കയ്യിൽ കൊടുത്തില്ല, കാരണം കുഞ്ഞിന് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. അവർ ചെയ്തത് തിങ്കളാഴ്ചയാണ് സിസേറിയൻ നടന്നതെങ്കിൽ വ്യാഴാഴ്ച അവർ നമ്മുടെ പ്രെയർ കോൾ സെന്ററിൽ വിളിച്ചു പറഞ്ഞു. പക്ഷെ വെള്ളിയാഴ്ച മാതാപിതാക്കളുടെ കയ്യിൽ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തു. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത്. അതെ, അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം. ഒരുപക്ഷെ കുഞ്ഞുങ്ങളുടെ ഇതുപോലുള്ള പ്രശ്നത്തിലോ പ്രഗ്നൻസിയിലോ കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാനായി പോവുകയാണ്. ഈ സഹോദരിയുടെ പേര് കല എന്നാണ്. നെയ്യാറ്റിൻകര സ്വദേശിയാണ്. ഈ സഹോദരി താൻ ഈ കുഞ്ഞിനെ ഗർഭവതിയായിരിക്കുന്ന സമയത്ത് ഹൈ BP ആയിരുന്നു തനിക്ക്. അതുകൊണ്ട് വളരെ റിസ്ക് ആയിരുന്നു. മാത്രമല്ല ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, താൻ ചെയ്തുകൊണ്ടിരുന്ന ആ ഹോസ്പിറ്റൽ തൈക്കാട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു ഇവിടെ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയില്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, അമ്മയോ കുഞ്ഞിനോ ഏതെങ്കിലും ഒരാളെ കിട്ടാനേ സാധ്യതയുള്ളൂ, അതുപോലത്തെ റിസ്ക്കാണ്, അതുപോലെ BP ആയിരുന്നു. മാത്രമല്ല അകത്ത് വളർച്ചയ്ക്ക് വളരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ താൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴും ഡോക്ടർ ഇതേ അഭിപ്രായമാണ് പറഞ്ഞത്, സിസേറിയനിലൂടെ ഒരു ആളെ രക്ഷിക്കാനേ പറ്റുകയുള്ളൂ. എന്നാലും അവർ റിസ്ക് എടുത്തുകൊണ്ട് സിസേറിയൻ ചെയ്തു. എന്നാൽ കുഞ്ഞ് പുറത്തേക്ക് വന്നെങ്കിലും കുഞ്ഞിൻ്റെ അകത്ത് ആന്തരികമായ രക്തസ്രാവം ഉണ്ടായി, ബ്ലീഡിംഗ് ഉണ്ടായി. അതുകൊണ്ട് കുഞ്ഞിനെ ഇവരുടെ കയ്യിൽ കൊടുക്കാതെ അവർ കെയർ ചെയ്യുകയായിരുന്നു, നഴ്സറിയിൽ കുഞ്ഞിനെ കെയർ ചെയ്യുകയായിരുന്നു. ഈ സഹോദരി വളരെയധികം വിഷമിച്ചു. കാരണം ഇവർക്ക് കുഞ്ഞിൻ്റെ കാര്യം അറിയാൻ സാധിക്കുന്നില്ല, കുഞ്ഞിനെ മുലയൂട്ടാൻ സാധിക്കുന്നില്ല. വീട്ടുകാരാകെ വിഷമിച്ചു. 3-4 ദിവസമായിട്ടും കുഞ്ഞിനെ കിട്ടിയിരുന്നില്ല. എന്നാൽ വ്യാഴാഴ്ച ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ നിങ്ങളുടെ അടുക്കൽ ഇപ്പോഴെങ്കിലും തരാൻ പറ്റുകയില്ല, അതുപോലെ കെയർ ആവശ്യമാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഈ സഹോദരി വളരെ താൻ ജന്മം കൊടുത്തിട്ട് കുഞ്ഞിനെ കാണാനോ താലോലിക്കാനോ ഒന്നും പറ്റാത്തതുകൊണ്ട് അന്ന് തന്നെ നമ്മുടെ പ്രെയർ ലൈനിൽ രാത്രി വിളിച്ചു. പറഞ്ഞു ഇതുപോലെയാണ് എൻ്റെ അവസ്ഥ, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അന്ന് പ്രാർത്ഥിച്ച ശേഷം പ്രെയർ ലൈനിൽ ഉണ്ടായിരുന്ന സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിലേക്ക് അവർ തരാൻ പോവുകയാണെന്ന് പറഞ്ഞു. സഹോദരി അത് വിശ്വസിച്ചു. തലേദിവസം വൈകുന്നേരം വരെ തരാൻ സാധിക്കില്ലെന്ന് പറഞ്ഞെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്ന് കുഞ്ഞിനെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഷീ ഈസ് ഓൾ റൈറ്റ്, അവൾ സുഖമായിരിക്കുന്നു, ആന്തരികമായ ബ്ലീഡിംഗ് കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു. ഓ, നല്ലൊരു കൈയടി കർത്താവിന് കൊടുക്കാമോ?
4 ദിവസത്തിന് ശേഷമാണ് ആ കുട്ടിയെ കയ്യിലേക്ക് കിട്ടിയത് അല്ലേ? കോൾ സെന്ററിൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആരാണ് കോൾ സെന്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചത്? ഞാൻ തന്നെയാണ് നേരിട്ട് വിളിച്ചത്. അപ്പോൾ ഫോണെടുത്ത ബ്രദർ പറഞ്ഞു ഉടനെ തന്നെ കുഞ്ഞിനെ കൈകൾ കിട്ടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ വ്യാഴാഴ്ച വിളിച്ചു. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് തന്നെ പാല് കൊടുക്കാനായി കുഞ്ഞിനെ കയ്യിൽ തന്നു. കർത്താവിന് നല്ലൊരു കൈയടി കൊടുക്കാമോ? ഇതാണ് യേശു, ഇതാണ് യേശു, ഇതാണ് യേശു. ബൈബിൾ പറയുന്ന യേശുവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഏവനും രക്ഷപ്പെടും എന്ന് പറയുന്നത്. കർത്താവേ, മാതാവിനെയും കുഞ്ഞിനെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, നിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ ഇടയാകുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിട്ടുള്ള 2 വ്യക്തികൾക്ക് വേണ്ടിയാണ് ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ദയവായി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, എറണാകുളത്തു നിന്നുള്ള സൈബിക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മാതാവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി, ആർത്രൈറ്റിസിൽ നിന്ന് പൂർണ്ണ സൗഖ്യം ആ മാതാവിന് ഉണ്ടാകട്ടെ. 3 മക്കൾക്കുമായി അവരുടെ വിദ്യാഭ്യാസത്തിനുമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ, മാന്നാറിൽ നിന്നുള്ള ബെൻസി മെറീന ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബെൻസിക്കും തൻ്റെ 2 സുഹൃത്തുക്കൾ തങ്കം, ജോവിറ്റ, ഇവർക്ക് 3 പേർക്കും B.Pharm ഇതിനു മുമ്പ് ചെയ്ത സെമസ്റ്ററുകളിൽ നല്ല ഒരു റിസൾട്ട് ലഭിക്കേണ്ടതിനായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവ് P.P. ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് ലഭിക്കുവാനുള്ള പണം, ആ പെൻഡിങ് ആയിരിക്കുന്ന ആ പണം ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അമ്മ സൂസൻ ജോണിന് വേണ്ടി പ്രാർത്ഥിച്ച് തൻ്റെ മേൽ എല്ലാവിധ അനുഗ്രഹങ്ങളെയും ഞങ്ങളിപ്പോൾ പകരുന്നു. താങ്ക് യു ജീസസ്. തൻ്റെ പിതാവിൻ്റെ ബ്രദർ ബേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തനിക്ക് ക്യാൻസർ രോഗത്തിൽ നിന്ന് പരിപൂർണമായ സൗഖ്യം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവെ, ഈ 2 വ്യക്തികളെയും അവരുടെ പ്രാർത്ഥന വിഷയങ്ങളെയും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. രോഗികളായിട്ടുള്ളവർ, നിങ്ങൾ ദിവസവും ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുമ്പോൾ, മിറക്കിൾസ് ടുഡേ എന്ന പ്രോഗ്രാം കാണുമ്പോൾ, കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞങ്ങളുടെ അറിവോടെ പോലുമല്ല പലതും നടക്കുന്നത്. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും. ഞാൻ വിശ്വസിക്കുന്നു, ദിസ് ഈസ് ദ ഡേ that the Lord has made just for you. So we are going to rejoice in Him. We are going to receive from Him. ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കാം. വിശ്വസിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. കടുത്ത വേദനകൾ ശരീരത്തിൽ അനുഭവിക്കുന്ന ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. എന്തൊരു വലിയ ശൂന്യത അകത്ത് അനുഭവിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. വല്ലാത്തൊരു എംപ്റ്റിനെസ്, അത് ജോലിയെയും പലതിനെയും ബാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സഹോദരിയെ, നിങ്ങളൊരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ ആ ഒരു ശൂന്യതാബോധം വന്നിട്ട് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അതുപോലെ മാനസികമായി വിഷമിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്ന മാനസികമായ ഒരു ആന്തരിക സൗഖ്യം കർത്താവ് നൽകിയാണ്. നട്ടലിൽ ക്യാൻസറും നട്ടലിനോടനുബന്ധിച്ച് രോഗങ്ങളുമുള്ള അനേകരെ കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവരുടെ മേൽ സൗഖ്യം ഉണ്ടാകട്ടെ. സൈനസൈറ്റിസ്, മൈഗ്രെയിൻ പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അലർജികൾ മാറിപ്പോകട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ദൈവിക രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത് കൊണ്ട് ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടി ഇപ്പോൾ വിശ്വസിക്കുക. വാ കൊണ്ട് പറയുക, യേശുവിൻ്റെ സൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. ഞാനും യേശുവിൻ്റെ സാക്ഷിയാകും. എൻ്റെ സാക്ഷ്യം ലോകം കേൾക്കും. ഉള്ളിൽ തീരുമാനിക്കുക, വിശ്വസിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ
അത് സംഭവിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കരൾ രോഗങ്ങൾ മാറിപ്പോകട്ടെ. മൂത്രാശയ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ദൈവിക രോഗസൗഖ്യം വിവിധ മേഖലകളിലേക്ക് വരട്ടെ. കർത്താവെ, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി. പ്രത്യേകിച്ച് ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ പാച്ചസ് പോലെ, സ്കിന്നിൽ പാണ്ടുകളും പോലെയുള്ള ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വ്രണങ്ങൾ മാറിപ്പോകുന്നു. ഉണങ്ങാത്ത വ്രണങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. കർത്താവ്, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിൽ ശനിയാഴ്ച നെടുമങ്ങാട്, തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാടാണ് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത്. തീർച്ചയായും എല്ലാവരും വരണം. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. സീ ടുമോറോ. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഇസ്രായേൽ നിലവിളിച്ച് യാഗം കഴിച്ച സ്ഥലം ഏത്? Where did Israel offer an offering with tears? Options: A. Bogin, B. Carmel, C. Moria, D. Badel. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നവർക്ക് OMS നൽകുന്ന നല്ല അടിപൊളി സമ്മാനം ഞങ്ങൾ അയച്ചു തരാനാണ്.